അപ്പോൾ മക്കളെ മേലത്തെ അവസ്ഥ എന്താ പറയുക, വീടിൻ്റെ പണി ഇങ്ങനെ തകൃതേ നടക്കട്ടെ. ഞാനൊരു കല്യാണം ഉണ്ടായതുകൊണ്ട് പോയതാണ്. മേലത്തെ അവസ്ഥ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മീറ്റർ ഇട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ 50 സൺസൈഡ് ചാടിച്ച് അങ്ങനെ ഇടണം. പിന്നെ ഈ ഭാഗത്തതാ, ഈ ഭാഗത്ത് ഇപ്പോൾ ഏകദേശം അടി തുടങ്ങി കഴിഞ്ഞിങ്ങനെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ചീറ്റിട്ടാട്ടപ്പോൾ ഏകദേശം ഇന്ന് ചീറ്റിട്ടാണ്. പിന്നെ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് പൊക്കാനുള്ള ഇവിടെ റൂം വരാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഭാഗം എന്തില്ല, ഈ ഭാഗം ചാട്ടമില്ല, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചാട്ടം ഇട്ടാ നമുക്ക് ചാട്ടിടണ്ടെന്ന് അഭിപ്രായം. പിന്നെ എന്താ പറയുക, പിന്നെ അവരെ കൂടി പറഞ്ഞ് സാമ്പത്തിക ശേഷി ചിലപ്പോൾ പ്രശ്നങ്ങളാണ്, ഈ മേലൊക്കെ പൊക്കിയില്ലെങ്കിൽ ആ ചാട്ടം ഇല്ലെങ്കിൽ പ്രശ്നമാവില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ ആണ് ഈ ചാട്ടം ഇട്ടിട്ടാ. എന്തെങ്കിലും കാരണത്താൽ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വരികയാണെങ്കിൽ വേഗം കൂടിയിരിക്കാമല്ലോ നമുക്ക് ഇൻഷാല്ലാ. അപ്പോൾ അടി മാത്രം പണിയെടുത്താണ്ട്. അതേപോലെ തന്നെ ഈ ബാത്റൂം ഇതാ, ഇങ്ങനെ ബാത്റൂം താത്തി നിർത്തുന്ന സമയത്ത് ഇതാ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. എന്നാലും നമ്മളൊന്നും കൂടി പറയട്ടാ, ബാത്റൂം താത്തി നിർത്തുമ്പോൾ പരമാവധി എന്ത് ചെയ്താൽ വരാം, ഈ സ്പാൻ ഇതാ, ഈ സ്പാന് പൊക്കിയിട്ടാ, ഈ സ്പാൻ ഇതേമാതിരിക്ക് പൊക്കിയിട്ടിട്ട് കൊടുക്കുക. ഇവിടെ മുട്ടിച്ചിട്ട് ഈ മൂലക്കല്ല മുട്ടിടാലോ. അപ്പോൾ ഈ സ്പാൻ പരമാവധി പൊക്കിയിട്ട് കൊടുത്താണ് ഷീറ്റ് മേലെ കിട്ടുകയാണ്. ഇതാ സിമെൻ്റ് ഇട്ട് സൈഡ് കവർ ചെയ്താൽ ഈ ഹൈറ്റിനെ പരമാവധി കുറക്കാൻ സാധിക്കില്ല. വെറുതെ നമ്മളിതിനുള്ളിൽ കോൺക്രീറ്റ് ഇട്ടിട്ട് നടക്കാൻ നിൽക്കണ്ട. നമ്മൾ തന്നെ പലയിടത്തും എന്ത് ചെയ്തിട്ട് കട്ട് ചെയ്ത് താത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ തേച്ചതും കൂടി ആയതുകൊണ്ട് ഏറ്റവും സേഫ്റ്റി എന്താണ് അറിയുക, ഇത് പൊക്കി വെക്കണാണ്ട് ഏറ്റവും സേഫ്റ്റി. പിന്നെ ഈ ഹൈറ്റും ടോപ്പത്തെ സ്ലാബും കൂടി വരുമ്പോൾ എങ്ങനെ ആയാലും ഒരു 8 ഇഞ്ച് 10 ഇഞ്ചൊക്കെ ബാലൻസ് എന്തായാലും ഉണ്ടാവും. കോൺക്രീറ്റ് വന്നു കഴിഞ്ഞാലും ഉണ്ടാവും. എന്നാലും പിന്നെ നമുക്ക് പൈപ്പ് കൊടുക്കാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടാവും ഇൻഷാല്ലാ. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സാധാരണ രീതിയിൽ തന്നെയാണ്. പിന്നെ സാധാ 8 mm കമ്പി മതി, വലിയ പെരൊന്നുമല്ല, ചെറിയൊരു പെരായതുകൊണ്ട് എന്താണ് സാധാ ചെറിയ ചെറിയ റൂമുകളാണ്. 10 അടി 11 അടി 12 അടി അങ്ങനത്തെ ചെറിയ ചെറിയ റൂമായതുകൊണ്ട് വലിയ വലിയ കമ്പിയൊന്നും വേണ്ട, സാധാ രീതിയിൽ. പിന്നെ ഇവിടെ ഒരു ജനവാതിലുണ്ട്, ചെറിയൊരു ജനവാതിലുണ്ട് ഇവിടെ ഇങ്ങനെ. നിങ്ങൾ കണ്ടില്ല, റൂമിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ജനവാതിലുണ്ട്. ഇതിനെ ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ട് കൊണ്ടുവരേണ്ട. ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞുതരാം. സേതുവിന് ഇപ്പോൾ അടിക്കാനുള്ള സെറ്റപ്പ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തപ്പോൾ അത് അടിക്കും. പിന്നെ അവിടുന്ന് ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ പരമാവധി സൺസൈഡ്, അത് ഇപ്പം മെയിൻ സ്ലാബ് വേണ്ട പുറത്ത് അടിക്കണവർ. അപ്പോൾ സൺസൈഡുകൾ ചെറിയ ലിൻഡൽമെന്നുള്ള സൺസൈഡ് ഒഴിവാക്കിയിട്ട് പരമാവധി ബാക്ക് ഭാഗമൊക്കെ എപ്പോഴും മെയിൻ സ്ലാബ് ചാടിച്ചിടാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കട്ടോ. ഓക്കെ ഇൻഷാല്ലാ. സിറ്റ് ഔട്ട് വാർത്തിട്ടുണ്ട്, സിറ്റ് ഔട്ട് ഫുള്ള് നല്ല സെറ്റപ്പിൽ വാർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ സിറ്റ് ഔട്ട്. വലിപ്പം എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ചാട്ടേണ്ട അടിച്ച് വന്നപ്പോൾ. പിന്നെ അവിടെ ആ സൈഡിൽ ചെറിയൊരു പോർച്ചും കാര്യങ്ങളും കൂടി വന്നപ്പോൾ അത്യാവശ്യം നല്ല സൈസായിട്ടാണ്. അപ്പോൾ വേറെ ഇങ്ങനെ ചെറിയ മട്ടത്തിലൊക്കെ കൂടി ആയിട്ട് വലിയ സൈസ് ആയിക്കണ്. പിന്നെ കോണിക്കോടും ഇൻഷാല്ലാ എടുക്കുകയാണെങ്കിൽ കോണിക്കോട് ഈ ഭാഗത്തേക്കാണ് ഒരു ബാൽക്കണി ഇവിടെ വരാനുള്ളത്, ഈ ഭാഗത്തേക്ക്. കാരണം ഇതിൻ്റെ വ്യൂ ആ ഭാഗത്തേക്ക് ആയതുകൊണ്ട് തന്നെ ബാൽക്കണി ഈ സൈഡിക്കും. പിന്നെ അവിടെ നിന്നാണ് പടിഞ്ഞാറ് ഇവിടെ ആയതുകൊണ്ട് കാറ്റ് ഇവിടെ നിന്ന് കിട്ടണമായതുകൊണ്ട് ബാൽക്കണി ആണ്ടാണ്. ഈ റൂമിൽ നിന്നാണ് ബാൽക്കണി കിടക്കാനുള്ളത്. ഈ റൂമും ഈ 2 ബാത്റൂമുമാണ് കാര്യമായിട്ട് പൊക്കാനുള്ളത് ഇൻഷാല്ലാ. അങ്ങനെ പൊന്തിക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തീരുമാനമുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇതിന് ബാക്കിയുള്ള പണികളും നടക്കണം. എന്താണ് തീരുമാനം എന്നറിയില്ല. പാപ്പാനോടൊക്കെ ചോദിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് ചിലപ്പോൾ മേലൊക്കെ എടുക്കാനുള്ളത് തീരുമാനമാക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെയാണ്ട് ഇൻഷാല്ലാ മേലൊക്കെ കെട്ടാതെ കൂടിയിരിക്കും ഇൻഷാല്ലാ.